ഹരേ കൃഷ്ണ. ഭഗവാന്റെ നിശ്ചയം പോലെ ഇന്ന് നമ്മൾ 11-ാമത്തെ അധ്യായം തുടങ്ങുകയാണ്. പതിവ് പോലെ ആദ്യം കഥാസാരമാണ് നമ്മൾ പറയുന്നത്. ഈ കഴിഞ്ഞ 2 അധ്യായങ്ങളിലായിട്ട് ഭഗവാന്റെ ദാമോദര ലീല നമ്മൾ കാണുകയുണ്ടായി. ഇനിയുള്ളത് 11-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ മറ്റു ഗോപികളോടൊപ്പം വൃന്ദാവനത്തിലേക്ക് പോകുന്നതും അവിടെ ഭഗവാന്റെ കാലിമേയ്ക്കലും അതേപോലെ തന്നെ വത്സഭക നിഗ്രഹങ്ങൾ, അസുരന്മാരെയൊക്കെ നിഗ്രഹിക്കുന്നതുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ കഴിഞ്ഞ 2 അധ്യായങ്ങളിലായി നമ്മൾ കണ്ട ദാമോദര ലീലയുടെ ഒരു പ്രത്യേകത, ഈ ശ്രീകൃഷ്ണാവതാരം എടുത്തപ്പോൾ ഭഗവാൻ പലർക്കും ഭഗവാന്റെ കൈകൊണ്ട് മോക്ഷം കൊടുക്കുകയുണ്ടായി. അവരൊക്കെ നോക്കിയാൽ പലരും അസുരന്മാരായിരുന്നു. അവരൊക്കെ ഭഗവാനെ തേടി ഇങ്ങോട്ട് വന്നവരാണ്. അത് ബകാസുരനായിക്കോട്ടെ, പൂതനയായിക്കോട്ടെ, ശകടാസുരനായിക്കോട്ടെ, എല്ലാവരും ഭഗവാനെ തേടി ഇങ്ങോട്ട് വരികയായിരുന്നു. തങ്ങൾ മോക്ഷം കാക്ഷിക്കുന്നവരായിട്ട് ആ ഭഗവാന്റെ കൈകൊണ്ട് തന്നെ മൃത്യു ഉണ്ടാകുമെന്നുറപ്പുണ്ടായിട്ടും ഭഗവാനെ തേടി വന്നവരാണ് ഇവരൊക്കെ. എന്നാൽ ദാമോദര ലീലയിൽ ഭഗവാൻ മോക്ഷം കൊടുക്കുവാൻ അങ്ങോട്ട് പോകുന്ന സുന്ദരമായൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ അധ്യായത്തിൽ ഭഗവാൻ അടുത്ത അസുര നിഗ്രഹം തുടരുകയാണ്. ഒപ്പം അവിടെ നിന്നും ഇതുവരെ ഗോകുലത്തിലായിരുന്നു താമസിച്ചിരുന്നതെങ്കിൽ ഇനി അവിടെ നിന്നും വൃന്ദാവനത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഈ ഗോകുലത്തിൽ നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ ദാമോദര ലീലയിലെ ആ 2 വൻവൃക്ഷങ്ങൾ കടപുഴകി വീണപ്പോൾ അതിഘോരമായ ശബ്ദമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ശബ്ദം കേട്ടുകൊണ്ട് നന്ദാദി ഗോപന്മാരൊക്കെ അവിടെ ഓടിയെത്തി. അവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച, ഈ 2 മരുത്തു വൃക്ഷങ്ങൾ അങ്ങനെ കടപുഴകി വീണ് കിടക്കുകയാണ്. അതിൻ്റെ നടുവിലായിട്ട് നമ്മുടെ കൃഷ്ണനുണ്ണി വയറിൽ ആ ഉരൽ ബന്ധിക്കപ്പെട്ടവനായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. യശോദാമ്മ ഈ ഉണ്ണിയെ ബന്ധിക്കുന്ന സമയത്ത് നന്ദഗോപർ അവിടെ ഉണ്ടായിരുന്നില്ല. പുറത്തെവിടെയോ പോയിരുന്ന നന്ദഗോപർ ഓടി വരുന്നു ഈ ശബ്ദം കേട്ടും കൊണ്ട്. അതുപോലെ മറ്റ് ഗോപന്മാരും ഗോപികളും ഒക്കെ ഓടി വരുന്നു. ഇവിടെ വന്നപ്പോൾ നന്ദഗോപർക്കാകെ പരിഭ്രമമായി. താൻ എന്താണ് ഈ കാണുന്നത്? ഗോകുലമുറ്റത്ത് നിന്ന ആ 2 വൻമരങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ കടപുഴകി വീഴുന്നത്? അതിൻ്റെ നടുക്കാകട്ടെ തൻ്റെ ഉണ്ണി ഉരലിൽ ബന്ധിക്കപ്പെട്ട് നിൽക്കുകയെ. താൻ എന്താ ഈ കാണുന്നത് എന്നൊരു ആശങ്കയും അതിശയവും സംഭ്രമവും ഒക്കെ കൂടിയായിരുന്നു ആ നന്ദഗോപർക്കുണ്ടായത്. ഈ സമയത്ത് നന്ദഗോപരാകെ പരിഭ്രമിച്ച് തൻ്റെ ചുറ്റിനുമുള്ളവരോട് ചോദിക്കുന്നുണ്ട്, ഇതാരാണിത് ചെയ്തത്? എങ്ങനെയാണ് ഈ വൃക്ഷങ്ങളൊക്കെ കടപുഴകി വീണത്? അവിടെ കൂടി നിന്ന ബാലന്മാരൊക്കെ പറഞ്ഞു കൊടുത്തു കാര്യങ്ങൾ. എന്നിട്ട് പറഞ്ഞു, ഈ 2 വൃക്ഷങ്ങൾക്കിടയിലൂടെ, കാരണം ഈ ഗോപബാലന്മാർ കാണുന്നുണ്ട് ഉണ്ണി ഉരലും വലിച്ചും കൊണ്ട് പോയത് കണ്ട ബാലന്മാരുണ്ട്. അവർ പറഞ്ഞു, ഈ ഉണ്ണി, ഈ കൃഷ്ണനുണ്ടല്ലോ, ഈ വൃക്ഷങ്ങളുടെ ഇടയിലൂടെ ഉരലും വലിച്ചുകൊണ്ട് പോയപ്പോൾ അങ്ങനെ ആ മരത്തിനിടയിലേക്ക് കയറിയതും അവിടെ 2 പേരെ ഞങ്ങൾ കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ നന്ദഗോപർക്കും മറ്റുള്ള ഗോപികൾക്കുമൊക്കെ സംഭ്രമമായി. കാരണം ഈ ഉണ്ണി വിചാരിച്ചാൽ ഏതായാലും ഈ 2 വൻവൃക്ഷങ്ങളെ കടപുഴക്കി ഇടാൻ കഴിയില്ല, പിഴുതെറിയാൻ കഴിയില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? ഈ ബാലന്മാർ പറയുകയും ചെയ്യുന്ന 2 പേരെ കണ്ടുവെന്ന്. നന്ദഗോപർക്ക് സംഭ്രമമുണ്ടായെങ്കിലും ഒരു കാര്യത്തിൽ അല്പം ആശ്വാസമുണ്ട്. ആ 2 വലിയ വൃക്ഷങ്ങളുടെ നടുവിൽ ഉണ്ണി
ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിൽ ഒരു കള്ളച്ചിരിയൊക്കെ തൂക്കി അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ണിക്ക് ആശ്വാസം എന്താ? തന്നെ ഇപ്പോൾ തൻ്റെ അച്ഛൻ മോചിപ്പിക്കും, ഈ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കും. അമ്മയും ഗോപസ്ത്രീ മറ്റുള്ള ഗോപസ്ത്രീകളൊക്കെ അവരല്ലേ കയറെടുത്തുകൊണ്ട് കൊടുത്തത് തന്നെ കെട്ടാൻ. അവരൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഇപ്പോൾ നന്ദഗോപര് വന്ന് തന്നെ മോചിപ്പിക്കും. തൻ്റെ പിതാവ്, വാത്സല്യനിധിയായ പിതാവ് വന്ന് തന്നെ ഇപ്പോൾ മോചിപ്പിക്കുമെന്നൊരു ആശ്വാസത്തിലാണ് ആ ഉണ്ണി നിൽക്കുന്നത്. ഈ ബാലന്മാരിത് പറഞ്ഞുവെങ്കിലും പലർക്കും അത് വിശ്വാസമായില്ല. മരത്തിൽ നിന്ന് രണ്ടുപേരെങ്ങനെയാണ് വരിക എന്നൊക്കെയുള്ള ഒരു സംശയം അവിടെ നിഴലിച്ചിരുന്നു. നന്ദഗോപർ ഇതൊന്നും ആലോചിക്കാതെ ഈ ഗോപബാലന്മാർ പറഞ്ഞതിനെക്കുറിച്ചൊന്നും വീണ്ടും വിചാരം നടത്താതെ ഓടിപ്പോയി ആ ഉരലിൽ നിന്നും തൻ്റെ ഉണ്ണിയെ മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ കൃഷ്ണനെ പുറത്തു കൊണ്ടുവന്നപ്പോൾ ഗോപിമാർക്കുമൊക്കെ ആദ്യം ആ നന്ദഗോപര് വാരിയെടുത്ത് 2 കവിളിലും ഉമ്മ കൊടുത്തു. ഉണ്ണിയെ കൈകൾ തൊട്ടിലാക്കിയിട്ട് ആട്ടി. പാവം ഉണ്ണി വല്ലാതെ വിഷമിച്ചിട്ടുണ്ടാവുമെന്ന് നന്ദഗോപര് ചിന്തിച്ചു. ഇത് കണ്ടപ്പോൾ മറ്റുള്ള ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കുമൊക്കെ ഒരു വാത്സല്യം തോന്നി. ഓടി വന്നു ഉണ്ണിയെ നന്ദഗോപരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചു. ഓരോരുത്തരുടെ കൈകളിൽ അങ്ങനെ ഒരു പാവയെപ്പോലെ ആ ഉണ്ണി കിടന്നു കൊടുത്തു. തന്നെ ചിലരൊക്കെ മാറോടണച്ചങ്ങനെ ആനന്ദ നിർവൃതിയിലാകുന്നുണ്ട്, ആറാടുന്നുണ്ട്. ചിലരാകട്ടെ കണ്ണീർ വാർത്തുകൊണ്ടാണ് തന്നെ ചുംബിക്കുന്നത്. ഒരു പക്ഷെ താൻ രക്ഷപ്പെട്ടുവല്ലോ എന്നുള്ള ഈ വൻവൃക്ഷങ്ങളുടെ നടുവിൽ നിന്നും തനിക്കൊരു പോറലു പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടുവല്ലോ എന്നുള്ള ഒരു ആശ്വാസമാകാം കണ്ണുനീരായി ഇവരിൽ നിന്നും പുറത്തേക്ക് വമിക്കുന്നത് എന്ന് തോന്നിയ ആ ഉണ്ണിക്ക്. അങ്ങനെ ദിവസങ്ങൾ പലത് വീണ്ടും കടന്നു. നിത്യവും രാവിലെ ആ കൃഷ്ണനുണ്ണിയും ജ്യേഷ്ഠനായ രാമനുണ്ണിയും കൂടി അങ്ങനെ പോവുകയായി. ആറ്റിൻകരയിലൊക്കെ പൈക്കളോടൊപ്പം ഓടി നടന്ന് കളിക്കും. ദേഹമാകെ ചളിയാക്കും. രാവിലെ ഭക്ഷണം കൊടുത്ത് വിട്ടുകഴിഞ്ഞാൽ ഇടയ്ക്കിടെ രോഹിണി ദേവി യശോദാമ്മയൊക്കെ മാറി മാറിപ്പോയി നോക്കുന്നുണ്ട്. ഉണ്ണികൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, കാരണം ധാരാളം ദുർനിമിത്തങ്ങൾ ഇവിടെ പലപ്പോഴായി കണ്ടു കഴിഞ്ഞിരിക്കുന്നു തങ്ങൾ. അതുകൊണ്ടൊരല്പം ഭയം ഉള്ളിലുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി വിളിക്കും, ഉണ്ണി വരുമോ? രോഹിണി ദേവി വിളിച്ചാൽ വരില്ല ബലരാമൻ. എന്തേ? രാമനുണ്ണി അവിടെ കൃഷ്ണനുണ്ണിയുമായി കളിക്കുന്ന തിരക്കിലാണ്. അവിടെ നിന്ന് വീണ്ടും തിരികെ വരും. തിരികെ വന്ന് യശോദാമ്മയെ പറഞ്ഞോടി. യശോദാമ്മയോട് എന്താ പറയുക? യശോദേ, നീ നിൻ്റെ ഉണ്ണിയെ ഒന്ന് വിളിക്കൂ, എങ്കിലേ രാമനും വരൂ. എൻ്റെ സ്തനങ്ങൾ അങ്ങനെ ചുരന്നൊഴുകുകയാണ്. ഉണ്ണികൾക്ക് പാല് കൊടുക്കണ്ടേ? എത്ര നേരമായി ഉണ്ണികൾ പാല് കുടിച്ചിട്ട്? അപ്പോൾ യശോദാമ്മയെ ഇറങ്ങും. പോയി കൃഷ്ണനുണ്ണിയെ വിളിക്കുമ്പോൾ രാമനുണ്ണിയും കൂടെ അങ്ങോട്ട് പോരും. ഈ ആനന്ദമൂർത്തിയെ പിരിഞ്ഞിട്ട് അനന്തമൂർത്തിക്കുണ്ടോ ഒരു നേരം നിൽക്കാൻ കഴിയുന്നു? അതുകൊണ്ട് കൂടെ ഇങ്ങോട്ട് പോരും. അങ്ങനെ ഈ ആനന്ദമൂർത്തിയും തിരികെ വന്നു കഴിയുമ്പോൾ തങ്ങളുടെ അമ്മയുടെ മടിയിൽ കയറിയിരുന്ന് വീണ്ടും നിറയെ പാല് കുടിക്കും. വീണ്ടും പോകും. എന്തിനാ? അവിടെ കളിക്കാൻ മറ്റു ഗോപബാലന്മാരൊക്കെ ഉണ്ടേ, അവരോടൊപ്പം കളിക്കാനായിട്ട് ഉണ്ണികൾ വീണ്ടും തിരികെ പോവുകയായി. ഇവിടെ ലോകൈക്യനാഥനായിട്ടുള്ള സാക്ഷാൽ വിശ്വേശ്വരൻ തന്നെയാണ് തൻ്റെ ഉണ്ണിയെന്ന് അറിയാതെയാണ് ഈ യശോദാമ്മയും രോഹിണി ദേവിയും ഒക്കെ പോയി കൂട്ടിയിട്ട് വരുന്നതും പാല് കൊടുക്കുന്നതുമൊക്കെ. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഈ 2 വൃക്ഷങ്ങളുടെ കടപുഴകി വീഴുന്ന ഈ ഒരു കാഴ്ച കണ്ട ഈ ഭയാനകമായ ശബ്ദം കേട്ട ഗോകുലവാസികൾക്കൊക്കെ അന്നു മുതൽ ഒരു ഉൾഭയം കൂടുതലാണ് എന്ന് ഗോപന്മാർ മനസ്സിലാക്കി. ഇങ്ങനെ പല അശുഭങ്ങൾ ഗോകുലത്തിൽ കണ്ടിട്ടുള്ളത് കാരണം അവരൊക്കെ കൂടി, ഈ ഗോപന്മാരെല്ലാവരും കൂടി ഒത്തുചേർന്ന് എന്തെങ്കിലും ഇതിനൊരു പരിഹാരം കാണണം. ഇനി ഈ നാട്ടിൽ നിൽക്കുന്ന, ഗോകുലത്തിൽ നിൽക്കുന്നത്
നമ്മുടെ ഉണ്ണികൾക്ക് അപകടം വരുത്തുമോ എന്നൊരു ഭയം. അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലും മാറിപ്പോകാം. ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ടാണ് ഈ രാമനുണ്ണിയും കൃഷ്ണനുണ്ണിയും ഇതുവരെ അപകടമൊന്നും കൂടാതെ രക്ഷപ്പെട്ടു പോയത്. പക്ഷെ ഇവർക്കൊക്കെ എന്തെങ്കിലും അപകടം വരുമോ, അശുഭ ലക്ഷണങ്ങളൊക്കെ കാണുകയും ചെയ്യുന്നു. കാറ്റായും ശകടമായും വാത്സല്യനിധിയായ അമ്മയുടെ രൂപത്തിലും ഒക്കെയായി പല അസുരന്മാരും അസുര സ്ത്രീകളും ഒക്കെ വന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്കിവിടെ നിന്നും ഈ ഗോകുലത്തിനടുത്ത് മറ്റൊരു സ്ഥലമുണ്ട്. ഇവിടെ നിന്നും കുറെ കൂടി പോകുമ്പോൾ വൃന്ദാവനം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് അവിടേക്ക് പോകാം. അവിടെയാകുമ്പോൾ ധാരാളം കാടുകളും പുൽപ്പരപ്പും പർവ്വതങ്ങളും അതുപോലെ നദിയും ഒക്കെയുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ നിന്നും അങ്ങോട്ട് പോകാം. ഈ ഗോകുലത്തിൽ എന്തോ ഭയാകുലമായ ചിന്തകൾ നമ്മളെയൊക്കെ വല്ലാതെ വേട്ടയാടുന്നു. നിദ്ര പാടെ അന്യം നിന്നിരിക്കുന്നു. ഇനി അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഈ ഗോപന്മാരും ഗോപസ്ത്രീകളും എല്ലാവരും താങ്കളുടെ സാധനവും ഗോക്കളെയും ഒക്കെയായിട്ട് അവിടെ നിന്നും പുറപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം ഗോക്കളെയൊക്കെ മുമ്പേ നടത്തി പിന്നാലെ 2 കാളവണ്ടികളിലായിട്ടാണ് ഈ നന്ദഗോപരും യശോദാമ്മയും രാമനുണ്ണിയും കൃഷ്ണനുണ്ണിയും മറ്റു കുട്ടികളും രോഹിണി ദേവിയും ഒക്കെ അങ്ങനെ പുറപ്പെടുന്നത്. ബാക്കി പലരും നടന്ന് ഈ ഗോക്കളെ മേച്ചുമൊക്കെയായിട്ട് അങ്ങനെ വൃന്ദാവനത്തിലേക്കുള്ള ഒരു യാത്രയായി. കാരണം ഇത് തന്നെയാണ് ഏറ്റവും നല്ല ഒരു പരിഹാരമാർഗം. തങ്ങളുടെ ഉണ്ണികളെ ഇനി ആപത്തിൽ നിന്നും രക്ഷിക്കാൻ ഇതുകൊണ്ട് മാത്രമേ കഴിയൂ എന്ന് തോന്നി. ഈ പോകുന്ന വഴിയാകട്ടെ കുറേ ദൂരമുണ്ട്. ഇവർ കാളവണ്ടിയിലാണ് സഞ്ചാരമൊക്കെ. ഭക്ഷണപ്പൊതികളൊക്കെ കാളവണ്ടിയിൽ വെച്ചിട്ടുണ്ട്. പോകുന്ന വഴി യാത്രയ്ക്കിടയിൽ ക്ഷീണിക്കില്ലേ അപ്പോൾ കഴിക്കുന്നതിനായിട്ട്. ഈ പോകുന്ന വഴിയിലൊക്കെ ഈ 2 ഉണ്ണികളുടെ കിളിക്കൊഞ്ചലുകൾ കേൾക്കുവാൻ ഗോപസ്ത്രീകളും ഗോപന്മാരും തമ്മിൽ മത്സരമായി. ഗോക്കളെ നോക്കുന്നവർ ഇടയ്ക്കിടെ വണ്ടിയുടെ അടുത്തേക്ക് വരും. ഇനി നിങ്ങൾ പോയി നോക്കൂ, മറ്റു ഗോപന്മാരെ പറഞ്ഞു വിടും, ഞങ്ങൾക്ക് ഈ ഉണ്ണികളുടെ വർത്തമാനം കേൾക്കണം. ഇങ്ങനെ ഈ കിളിക്കൊഞ്ചലിൽ മയങ്ങി കടന്നുപോയ ദൂരം അവരറിഞ്ഞില്ല. യാത്രാ ക്ഷീണമുണ്ടായില്ല. അങ്ങനെ അവര് വൃന്ദാവനത്തിലെത്തി. ഈ വൃന്ദാവനത്തിലെത്തിയപ്പോൾ അതിൻ്റെ അടുത്താണ് ഗോവർദ്ധനം എന്ന് പറയുന്ന പർവ്വതം. കാടുണ്ട്. അതേപോലെ യമുനാ നദി അതിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ കൃഷ്ണനും രാമനും ഒക്കെ ആ സ്ഥലം നന്നേ ഇഷ്ടപ്പെട്ടു. കാരണം തങ്ങളുടെ പൈക്കളെ മേച്ച് നടക്കുന്നതിനാണെങ്കിലും പൈക്കൾക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ ഇവിടെ യമുനാ നദിയുണ്ട്. തങ്ങൾക്കും അതിൽ നിന്നും ജലം പാനം ചെയ്യാവുന്നതാണ്. നല്ല തെളിഞ്ഞ വെള്ളമാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അവർക്കും സന്തോഷമായി. അങ്ങനെ നിത്യവും രാവിലെ ഈ പൈക്കളുമായിട്ട് രാമനുണ്ണിയും കൃഷ്ണനുണ്ണിയും കൂടി ഈ യമുനാ തീരത്തേക്ക് പോകും. അവിടെ ആ പുൽപ്പരപ്പിലും കാട്ടിലുമൊക്കെ ഈ പൈക്കൾ അങ്ങനെ മേച്ച് നടക്കും. ഈ പോകുന്ന കൂട്ടത്തിൽ ചില സമയത്ത് കൃഷ്ണൻ നിന്നിട്ട് തൻ്റെ കയ്യിലുള്ള ആ പൊന്നോടക്കുഴൽ ഒന്ന് ഊതും. അതെന്തിനാ ഊതുന്നത്? ഈ പൈക്കളൊക്കെ ദൂരേക്ക് കണ്ണിൻ്റെ കാഴ്ച എത്തുന്നതിൽ നിന്നും ദൂരേക്ക് പോയി മറയുമ്പോൾ ആ കൃഷ്ണനുണ്ണി തൻ്റെ കയ്യിലുള്ള ഓടക്കുഴൽ ഒന്നെടുത്ത് ഊതുകയും ആ സമയത്ത് ദൂരേക്ക് പോകുന്ന ഈ പൈക്കളൊക്കെ ഓടി വന്ന് ആ ഉണ്ണിയുടെ പാദങ്ങളോട് ചേർന്ന് മുട്ടി ഒരുമി നിന്ന് ആ പാദങ്ങളെ നക്കിത്തോർത്തിക്കൊണ്ട് ആ ആനന്ദം അനുഭവിക്കുകയായി. ഇനി പൈക്കളൊക്കെ കണ്ണും വെട്ടത്ത് തന്നെ ഉണ്ട് എന്ന് ഇരിക്കട്ടെ. അപ്പോഴാകട്ടെ മറ്റു ഗോപന്മാരോടൊപ്പം രാമനുണ്ണിയും കൃഷ്ണനുണ്ണിയും കളിക്കുകയായി ആ പുൽപ്പരപ്പിൽ. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ആ യമുനാ തീരത്തിൽ അങ്ങനെ കാലിയെ മേച്ച് നടക്കുമ്പോൾ അടുത്ത ഒരു അസുരൻ എത്തുകയായി.
അവൻ വന്നതാകട്ടെ പശുവിൻ്റെ രൂപത്തിൽ തന്നെയാണ്. അങ്ങനെ ഈ പശുവിൻ്റെ രൂപത്തിൽ വന്ന അസുരൻ മറ്റ് കാലിക്കൂട്ടങ്ങളോടൊപ്പം ഈ കൃഷ്ണനുണ്ണിയും രാമനുണ്ണിയും നയിക്കുന്ന മറ്റു ഗോപന്മാരും ഒക്കെ നയിക്കുന്ന ഈ കാലിക്കൂട്ടങ്ങളോടൊപ്പം അങ്ങോട്ട് കൂടി. പക്ഷേ കൃഷ്ണനുണ്ണിക്ക് എന്തോ ഒരു സംശയം തോന്നി. ആ തൻ്റെ കാലിക്കൂട്ടങ്ങൾക്ക് നടുവിൽ നടക്കുന്ന ഈ ഒരു പശു മാത്രം ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. മറ്റു പശുക്കളെ പോലെയല്ല ഈ പശുവിൻ്റെ രീതി. അവിടെ നിന്ന് എല്ലാം അറിയുന്ന ഭഗവാൻ അറിയുന്നില്ലേ ഇതാരാ വന്നിരിക്കുന്നതെന്ന്? ഭഗവാൻ ആ കൃഷ്ണനുണ്ണി ആംഗ്യഭാഷ കൊണ്ട് രാമനുണ്ണിയെ ധരിപ്പിച്ചു താൻ അടുത്ത ദൗത്യം നിറവേറ്റാൻ പോവുകയാണ് എന്ന്. നേരെ ചെന്ന് ആ അസുരൻ്റെ പശുരൂപമെടുത്ത ആ അസുരൻ്റെ വാലും, ഒരു കൈകൊണ്ട് വാലും ഒരു കൈകൊണ്ട് പിൻകാലുകളും കൂടി അങ്ങോട്ട് കൂട്ടിപ്പിടിച്ച് വട്ടം തിരിച്ചുകൊണ്ട് നന്നായിട്ട് ശക്തിയായി വട്ടം തിരിച്ച് നല്ല ശക്തിയോടുകൂടി എടുത്തൊരേറെറിഞ്ഞു. അത് ചെന്നാകട്ടെ ഒരു കപിത്തവൃക്ഷത്തിൻ്റെ അഗ്രത്തിലാണ് ചെന്ന് ഇടിച്ചത്. ആ ഇടിച്ചതും അവിടെ നിന്നും നിർജീവമായി നിലം പൊത്തിയതും മറ്റുള്ള ഗോപബാലന്മാരൊക്കെ അത്യത്ഭുതത്തോടെ നോക്കി നിൽക്കുകയായി. കൃഷ്ണനുണ്ണി ചെറിയ ഉണ്ണിയാണേ, എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുക? അതും ഒരു പയ്യനെയൊക്കെ ഇങ്ങനെ പൊക്കിയെടുത്ത് വട്ടം ചുഴറ്റി എറിഞ്ഞു കൊന്നു കളയുക. ഈ കൃഷ്ണനുണ്ണി ഇതെങ്ങനെയാണ് ഇത് സാധിക്കുക? എല്ലാവരും അത്ഭുതം കൂറി. ആ അസുരൻ ചെന്ന് പതിച്ച ആ കവിത്ത വൃക്ഷത്തിൽ നിന്നും ധാരാളം പഴങ്ങൾ അങ്ങനെ താഴേക്ക് പതിക്കുകയും ചെയ്തു. ഒരു പക്ഷേ ഭഗവാനുള്ള അർച്ചനയാവാം അത്. ഇങ്ങനെ ഒരു കർമ്മം ചെയ്യണമെങ്കിൽ ഉറപ്പായും അത് ഭഗവാനാണെന്ന് ആ വൃക്ഷം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ട് തൻ്റെ വൃക്ഷത്തിൽ ആ വൃക്ഷത്തിലുണ്ടായിരുന്ന ഫലങ്ങളെയൊക്കെ ഭഗവാൻ അർച്ചിക്കുന്നതാവാം. ഏതായാലും ഫലങ്ങളൊക്കെ അങ്ങനെ താഴെ വീണു. അങ്ങനെ വത്സൻ എന്നു പേരുള്ള ആ ദൈത്യനെ ഭഗവാൻ കൊന്നുകളഞ്ഞു. അടുത്ത ദിവസം പതിവ് പോലെ അമ്മമാർ കെട്ടിക്കൊടുക്കുന്ന ഒരു പൊതിച്ചോറുമായിട്ട് ഈ ഗോപബാലന്മാരൊക്കെ വീണ്ടും യമുനാ നദിയുടെ അടുത്തെത്തി. ആ കാലികളെയൊക്കെ അങ്ങനെ ഇടയ്ക്കിടെ ആ തടാകത്തിൽ കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കും. അങ്ങനെ ഒരു ദിവസം അവിടെ ഒരു വലിയൊരു കൊറ്റിയെ കണ്ടു. ആ കൊറ്റി ഭഗൻ എന്ന് പറയുന്ന അസുരനായിരുന്നു. ഇവിടെ ഈ ഭഗൻ ചെയ്തത് വലിയൊരു കൊറ്റിയെ പോലെ നിന്നെങ്കിലും ആ കൊറ്റിയെ കണ്ടപ്പോൾ വലിയൊരു പർവ്വതം, അതിൻ്റെ ഇടയ്ക്ക് കൂടി ഒരു ഗുഹ, ഇങ്ങനെയൊക്കെയാണ് മറ്റു ഗോപബാലന്മാർ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ ആ കൊറ്റിയുടെ ഗുഹയ്ക്കുള്ളിലേക്ക് പോവുകയാണെന്ന് ധരിച്ച് ഒരുപാട് ഗോപബാലന്മാർ കയറിപ്പോയി. ദൂരെ നിന്ന് കൃഷ്ണനുണ്ണി ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഈ കൊറ്റിക്ക് ആരെയാ വേണ്ടത്? ഈ ഗോപബാലന്മാരെ അല്ല, കൃഷ്ണനെയാണ് വേണ്ടത്. കൃഷ്ണൻ തന്നെ തേടിയെത്തിയ ആ കൊറ്റിയുടെ വായ്ക്കുള്ളിലേക്ക് കടന്നു. കാരണം ഈ ഗോപബാലന്മാരൊക്കെ വരുന്ന തന്നെ മാത്രം വിശ്വസിച്ചാണ്. അവരെ രക്ഷിക്കേണ്ടത് തൻ്റെ ധർമ്മമാണ്. തന്നെയല്ല, തന്നെ തേടി എത്തിയിരിക്കുകയാണ് ഈ ഭഗൻ എന്ന് പറയുന്ന അസുരൻ. അവന് മോക്ഷം കൊടുക്കാൻ സമയമായിരിക്കുന്നു. ഭഗവാൻ കൊറ്റിയുടെ വായ്ക്കുള്ളിലേക്ക് കയറി. മറ്റു ഗോപബാലന്മാരെ പോലെ ഒന്നും അറിയാത്തതുപോലെ ആ ഗുഹയ്ക്കുള്ളിലേക്ക് അങ്ങനെ കയറി. കൊറ്റിയുടെ
തൊണ്ടയിലേക്ക് എത്തിയപ്പോൾ ഭഗവാൻ തൻ്റെ വലുപ്പം അങ്ങോട്ട് കൂട്ടാൻ തുടങ്ങി. അങ്ങനെ ആ കൊറ്റിയുടെ 2 കൈകൊണ്ടും ഭഗവാൻ ആ കൊറ്റിയെ തന്നെ കൊത്തുവാനായിട്ട് പാഞ്ഞെടുത്ത ആ കൊറ്റിയെ അതിൻ്റെ വായ ശക്തിയായി അങ്ങോട്ട് പിളർന്നിട്ട് ആ കൊറ്റിയെ കൊന്ന് തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ആ ഗോപപാലന്മാരെയൊക്കെ രക്ഷിച്ച് ഭഗവാനും പുറത്തേക്ക് വന്നു. ആ അസുരന് മോക്ഷം കൊടുക്കുകയും ചെയ്തു. ആകാശത്തു നിന്നും ദേവന്മാരൊക്കെ ശംഖൂതി പെരുമ്പറ മുഴക്കി അവരൊക്കെ അങ്ങനെ ആനന്ദ നൃത്തമാടി. ഭഗവാന് പുഷ്പവൃഷ്ടി നടത്തി. അവരൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റുള്ള ഈ ഗോപപാലന്മാരൊക്കെ പറഞ്ഞറിയുന്ന ഈ കഥകൾ കേട്ട ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കുമൊക്കെ ഒരു സംഭ്രമം ഉള്ളിൽ എവിടെയോ ഉണ്ടായി. പക്ഷേ നന്ദഗോപർക്ക് ഒരു ഭയവും തോന്നിയില്ല. നന്ദഗോപർക്ക് ആ സമയത്ത് ഓർമ്മ വന്നത് ഗർഗമഹർഷിയുടെ വാക്കുകളായിരുന്നു. ആ നാമകരണ സമയത്ത് ഗർഗമഹർഷി പറഞ്ഞത്, ഈ കുഞ്ഞിന് ധാരാളം ആപത്തുകളൊക്കെ വന്നു ചേരും, പക്ഷേ ഈ ഉണ്ണിയെ ദ്രോഹിക്കാൻ വരുന്നവർക്കൊക്കെയും മോക്ഷത്തെ നൽകി ആപത്തുകളെ കൊടുത്ത് തീയിലേക്ക് വന്നണയുന്ന ഈയാമ്പാറ്റകളെ പോലെ ഭഗവാനെ തേടിയെത്തുന്നവർക്കൊക്കെ ഭഗവാൻ മോക്ഷം കൊടുക്കും. ഈ ഉണ്ണിക്ക് ദോഷമൊന്നും വരില്ല. ഉണ്ണിയെ ദ്രോഹിക്കാൻ വരുന്നവരെ അവർക്ക് തിരിച്ച് കഷ്ടതകളെ കൊടുത്ത് അവർക്ക് മോക്ഷത്തെ കൊടുക്കുക തന്നെ ചെയ്യും. ഈ പറഞ്ഞ ഗർഗമഹർഷിയുടെ വേദജ്ഞനായിട്ടുള്ള ഗർഗമഹർഷിയാണ്. വാക്കുകളൊന്നും പാഴായി പോവില്ല എന്ന് നന്ദഗോപർക്കറിയാം. അതുകൊണ്ട് തന്നെ നന്ദഗോപർക്ക് ഒട്ടും തന്നെ ഈ സംഭ്രമമുണ്ടായില്ല. ആ നന്ദഗോപര് മറ്റുള്ള ഗോപസ്ത്രീകളെയും ഗോപന്മാരെയും ഒക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വീണ്ടും അവരാ വൃന്ദാവനത്തിൽ അങ്ങനെ സമാധാനമായി സന്തോഷമായി ആ ഉണ്ണിയുടെ ലീലകളിൽ ആനന്ദ നിർവൃതിയടഞ്ഞ് അവരൊക്കെ അങ്ങനെ വീണ്ടും അവിടെ കഴിഞ്ഞു. ഇതോടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഭഗനെ വധിച്ചതും വത്സനെ വധിച്ചതും വൃന്ദാവനത്തിലേക്കുള്ള ഈ യാത്രയും വർണ്ണിച്ചുകൊണ്ട് വ്യാസഭഗവാൻ അവിടെ നിർത്തുകയാണ് 11ാമത്തെ അധ്യായം. ഇനി നമുക്ക് 11ാമത്തെ അധ്യായത്തിൽ വ്യാസഭഗവാൻ എങ്ങനെയാണ് ഈ ലീലകളൊക്കെ വർണ്ണിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അടുത്ത സത്സംഗത്തിൽ നോക്കാം. പറഞ്ഞ ഓരോ വാക്കും ഭഗവാനെ അവിടുത്തെ ലീലകളാണ്, പറയിപ്പിച്ചത് അവിടുത്തെ മായയാണ്. ഭഗവാനെ സർവവും അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.